കൊല്ലത്ത് 20 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മയ്യനാട് സ്വദേശി അനിൽകുമാറിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിൽ നിന്ന് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു ഇയാൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. മുൻപും ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, 20 കിലോ കഞ്ചാവാണ് ഈ മയ്യനാട് സ്വദേശിയിൽ നിന്നും പിടികൂടിയത്. ഈ ഒഡീഷയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണോ അനിൽകുമാർ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇയാൾ ട്രെയിനിൽ കൊണ്ടുവരികയായിരുന്നു. 20 കിലോ കഞ്ചാവാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഡാൻസ് ഓഫ് ടീമിന്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡാൻസ് ഓഫ് ടീമിന് ഈ വിവരം കൈമാറിയത്. ശരിക്കും രാവിലെ വലിയ രീതിയിലുള്ള നിരീക്ഷണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇയാൾ ട്രെയിനിൽ വന്നിറങ്ങി മറ്റൊരു ഓട്ടോയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. കൈയോടെ പിടികൂടി ബാഗിൽ പൊതിഞ്ഞ രീതിയിൽ ഒളിപ്പിച്ച നിലയിൽ തന്നെയായിരുന്നു കഞ്ചാവ്. 20 കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്ത വിതരണത്തിനായിട്ട് ഇയാൾ കൊണ്ടുവന്നതാണ്. നമുക്കറിയാം ഇനിയിപ്പോൾ അവധി ദിവസങ്ങളാണ്. ദീപാവലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി അവധി ആഘോഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അടക്കം ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാനായിട്ടാണ് ഈ കഞ്ചാവുകൾ കൊണ്ടുവന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. യെസ്, ഇവരെ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ കഞ്ചാവ് വിൽപ്പന? കാരണം ഈ 20 കിലോ കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിൽ മാത്രമാണോ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്? തീർച്ചയായും കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ്. ജില്ലയിൽ തന്നെ നിരവധി ചെറുകിട വ്യാപാരികളുണ്ട് ഇയാളുടെ സൗഹൃദത്തിൽ. ജില്ലയുടെ മലയോര മേഖലയിലടക്കം ചെറുകിട വ്യാപാരികളുണ്ട്. അപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കെല്ലാം ചെറുപൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ചില സംഘങ്ങളും ഇയാളുടെ സുഹൃത്തുക്കളാണ്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെയും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്. അവർ റിമാൻഡിലായിട്ടുണ്ട്, ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഇത്തരത്തിലുള്ള ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയാലും സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഗൗരവതരമാണ്. ഇപ്പോൾ ഒഡീസയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവാണ്. പൊതികളിൽ ബൾക്കായിട്ട് കൊണ്ടുവന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പോലീസ് അത് തൂക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കിലോ എത്രയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇയാളെ പോലീസ് രാവിലെ തന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി ആയിട്ടുള്ള ഈ അറസ്റ്റ് എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരെല്ലാം നിയമത്തിൻ്റെ ചില പരിധികൾ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തക്കതായ ശിക്ഷ ലഭ്യമായിട്ട് പോലും ഈ ജയിലിലുണ്ടാകുന്ന ചില സൗഹൃദങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വീണ്ടും ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ടോം. കാരണം ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിപണന സാധ്യതകൾ തേടി ഇവർ വീണ്ടും മറ്റ് ബിസിനസ്സിലേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ബിസിനസ് വീണ്ടും വർദ്ധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. ജയിൽ സൗഹൃദങ്ങളാണ് കൂടുതലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ ലഹരിയുടെ വിൽപ്പനയിലേക്ക് വലിയ റാക്കറ്റുകളിലേക്കല്ല ഇവരെ വീണ്ടും കൊണ്ട് എത്തിക്കുന്നത്. കർശനമായൊരു നിയമം ഉണ്ടെങ്കിൽ തന്നെ മതിയാവുകയുള്ളൂ. തക്കതായ ശിക്ഷയൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. എന്നാലേ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഇവർ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ്. കാരണം ഒരിക്കൽ ഉപയോഗിച്ചാൽ ലഹരി വീണ്ടും ഉപയോഗിക്കുന്നൊക്കെയാണ് അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് സ്കൂൾ കോളേജ് തലങ്ങളിലെല്ലാം. പക്ഷേ വീണ്ടും ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം വൻതോതിൽ ലഹരിയുടെ ഉപയോഗം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊട്ടാരക്കരയിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് MDMA കൊണ്ടുവന്നത് ഒരു വിദ്യാർത്ഥി. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇയാൾ ഒരു വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇത് അവൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വീണ്ടും ഈ വിദ്യാർത്ഥികൾ കരുവാകുന്നൊരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഡാൻസ് ഓഫ് ടീം ജില്ലയുടെ റൂറൽ ജില്ലാ പരിധിയിലും അതുപോലെ തന്നെ ജില്ലാ പരിധിയിലുമായി ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ വളരെ സജീവമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ